നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ്. അപ്പം അതിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ്, ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഉണ്ടാകുന്നത് കൊണ്ട് ബെറ്റർ സർവീസ് ടു കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. എന്താണ് ബെറ്റർ സർവീസ് ടു കസ്റ്റമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓപ്പറേഷൻസ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ചെയ്യും, ആ ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നത് കൊണ്ട് ഷെഡ്യൂളിങ്ങും ഡിസ്പാച്ചിങ്ങും റൂട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർലി നടക്കുന്നുണ്ട്. സോ യു ഹാവ് എ പ്ലാനിങ് പാർട്ട്, യു ഹാവ് ആൻ ഇംപ്ലിമെന്റിംഗ് പാർട്ട്, ആൻഡ് ആ ഇംപ്ലിമെന്റേഷന്റെ കറക്ഷൻസ് ക്രോസ് ചെക്ക് യു ഹാവ് എറ്റ് അനദർ പ്രൊവിഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കസ്റ്റമേഴ്സിന് പ്രോപ്പർ ടൈമിലും പ്രോപ്പർ ക്വാളിറ്റിയിലും പ്രോഡക്ട്സ് കൊടുക്കാൻ ഹെൽപ്ഫുൾ ആവുകയും അതുവഴി കസ്റ്റമേഴ്സിന്റെ കോൺഫിഡൻസ് വിൻ ചെയ്യാൻ പറ്റുകയും കസ്റ്റമർ റിലേഷൻഷിപ്പ് ബെറ്റർ ആകുകയും കൂടുതൽ പ്രോഫിറ്റബിൾ റിപ്പീറ്റ് ഓർഡേഴ്സ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്തു. ഇനി രണ്ടാമത്തത് ഫ്യുവർ റഷ് ഓർഡേഴ്സ് ആണ്. ഇങ്ങനൊരു ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് ഒരു കണ്ടിന്യൂസ് സ്മൂത്ത് ഫ്ലോ ഓഫ് ഓപ്പറേഷൻ ഉണ്ടാവുകയാണ്. There is a cross-checking whether original planning whether there is a matching between the promised delivery dates എന്നുള്ള കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്യപ്പെടുന്നത് കൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് തിരക്ക് പിടിച്ചിട്ടുള്ള ഓർഡർ സബ്മിഷനും തിരക്ക് പിടിച്ചിട്ടുള്ള ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരികയും ആ കാര്യങ്ങളൊന്നും പൊതുവെ ഉണ്ടാകുന്നില്ല. ഇൻവെന്ററി കൺട്രോൾ വളരെ ഇഫക്റ്റീവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ മാക്സിമം ലെവൽ എത്രയാ, മിനിമം ലെവൽ എത്രയാ, റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്താണ്, സ്റ്റോക്ക് ലെവൽ, ബഫർ സ്റ്റോക്ക് ലെവൽസ് എന്താണ്, ഇതിനൊക്കെ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഉണ്ടാകുകയും കറക്റ്റ് ക്വാണ്ടിറ്റി എന്താണെന്ന് ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഓവർ ഓർ അണ്ടർ സ്റ്റോക്കിംഗ് ഉണ്ടാവുന്നില്ല. സോ ദർ ഇസ് എ പ്രൊവിഷൻ ഫോർ ഇഫക്റ്റീവ് കൺട്രോൾ ഓഫ് ഇൻവെന്ററി. എക്യുപ്മെന്റിന്റെ ഇഫക്റ്റീവ് യൂസ് പോസിബിൾ ആകുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു മെയിൻ്റനൻസ് മാനേജ്മെന്റ് ഉണ്ട്. ആ മെയിൻ്റനൻസ് മാനേജ്മെന്റിൽ പ്രിവെന്റീവ് മാനേജ്മെന്റും ഉണ്ട്, ബ്രേക്ക് ഡൗൺ മാനേജ്മെന്റ് ഉണ്ട്, റിലേറ്റീവ് കൺട്രോൾ മെക്കാനിസംസ് ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങിന്റെയും കൺട്രോളിന്റെയും ഭാഗമായിട്ടുള്ളത് കൊണ്ട് തന്നെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ മാക്സിമം നടക്കുന്നുണ്ട്. അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. എക്യുപ്മെന്റ്സ് അതിന്റെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ പോസിബിൾ ആകുന്നുണ്ട്. ഐഡിൽ ടൈം അധികം വരുന്നില്ല. ബിക്കോസ് നമുക്ക് ലോസ് ഓഫ് ടൈം ബൈ വർക്കേഴ്സ് ഇല്ല. മെറ്റീരിയൽസിന് വെയിറ്റ് ചെയ്തിട്ടോ ഫെസിലിറ്റീസ് വെയിറ്റ് ചെയ്തിട്ടോ ഒന്നുമില്ല. ആസ് പെർ ഷെഡ്യൂൾ മെറ്റീരിയൽസും ഫെസിലിറ്റീസും അവർക്ക് അവൈലബിൾ ആവുകയാണ്. ലെസ് മാൻ അവേഴ്സ് ലോസ്റ്റ് ആണ്. സോ ദാറ്റ് ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്. വർക്കേഴ്സിന് ഒരു ഇംപ്രൂവ്ഡ് മൊറൈൽ ഉണ്ട്. ബിക്കോസ് ഒരു പ്രോപ്പർ കോർഡിനേഷൻ ആക്ടിവിറ്റീസിലുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വെൽ ഇൻ അഡ്വാൻസ് നിശ്ചയമുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആൾക്കാർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ട്. ഇനി ലോവർ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ആണ്. ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് വളരെ കുറവ് മതി. ആക്ച്വൽ പ്രൊഡക്ഷൻ പ്രോസസ്സ് വെൻ വാട്ട് എന്നുള്ള രീതിയിലുള്ള ആക്ച്വൽ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണകളുണ്ട്. ഫെസിലിറ്റീസ് അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇഫക്റ്റീവ്ലി. ഇൻവെന്ററി ലെവൽസ് മിനിമം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ എക്യുപ്മെന്റിലും ഇൻവെന്ററിയിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. സോ ക്യാപിറ്റൽ റിക്വയർമെന്റ്സും കമ്പാരിറ്റീവ്ലി കുറവ് മതി. പബ്ലിക് ഇമേജ് ഗുഡ് പബ്ലിക് ഇമേജ് ആണ്. ബിക്കോസ് എല്ലാം പ്ലാനിങ് നടക്കുന്നുണ്ട്. കറക്റ്റീവ് ഡീവിയേഷൻസിന് കറക്റ്റീവ് സ്റ്റെപ്സ് എടുക്കാൻ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ക്രിയേറ്റ് എൻ ഇൻഡസ്ട്രിയൽ ഹാർമണി. ദാറ്റ് വിൽ അൾട്ടിമേറ്റ്ലി ലീഡ് ടു എ ഗുഡ് പബ്ലിക് ഇമേജ്. അപ്പൊ ഓപ്പറേഷൻസ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആയിട്ട് ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും എഫക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ആക്ച്വലി അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിന്റെ ലിമിറ്റേഷൻസ് ആണ്. ഇതിൽ പറയുന്ന ലിമിറ്റേഷൻസ് ഒന്നൊരു ലാക്ക് ഓഫ് സൗണ്ട് ബേസിസ് ആണ്. നമ്മൾ കുറച്ച് അസംഷൻസ് അല്ലെങ്കിൽ ഫോർകാസ്റ്റിന്റെ ബേസിസിലാണ് ഈ സംഭവങ്ങളൊക്കെ നടത്തുന്നത്. ഈ ഓപ്പറേഷൻ പ്ലാനിങ് ആയാലും കൺട്രോൾ ആയാലും ചില അസംഷൻസിന്റെയും ഫോർകാസ്റ്റിന്റെയും ബേസിസിലാണ് നമ്മൾ നടത്തുന്നത്. ഇത്ര ഇൻപുട്ട് മെറ്റീരിയൽസ്, ഇത്ര പവർ, ഇത്ര എക്യുപ്മെന്റ്, ഇത്ര കസ്റ്റമർ ഓർഡർ, അതൊക്കെ അസംഷൻ ആണ്.
പക്ഷെ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ അസംഷൻസോ ഫോർകാസ്റ്റോ തെറ്റിപ്പോയാൽ നമുക്ക് ആ വരുന്ന ഈ എൻറ്റയർ പ്രോസസ് ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഇൻഇഫക്റ്റീവ് ആയിരിക്കും. ഇനി പറയണത് റിജിഡിറ്റി ഇൻ പ്ലാൻസ് വർക്കിംഗ്. ഇങ്ങനൊരു പ്ലാനിങ്ങും അതിനനുസരിച്ചിട്ടുള്ള ഒരു കൺട്രോളും സിസ്റ്റവും വരുമ്പോൾ അതൊരു സ്ഥിതിഗതികളിൽ ഒരു റിജിഡിറ്റി, ഒരു എന്താ പറയുക, ഒരു ഫ്ലെക്സിബിലിറ്റിയുടെ കുറവ് അനുഭവിക്കും. കാരണം വൺസ് ഒരു പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ പ്രകാരം പോകണം, അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്സിക്വന്റ് ചേഞ്ചസ് വന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പൊതുവെ ബുദ്ധിമുട്ടായിട്ട് വരും. ഇനി ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. നമ്മൾ പ്ലാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ പറയാൻ എളുപ്പമാണ്, പക്ഷേ എൻറ്റയർ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഒരു അസംഷൻ അല്ലെങ്കിൽ ഫോർകാസ്റ്റിന്റെ ബേസിസിൽ വെച്ചിട്ട് അത്തരമൊരു പ്ലാനിങ് നടത്തുക എന്ന് പറയുന്നത് അതൊരു ഒത്തിരി ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ ഒബ്വിയസ്ലി അത് കോസ്റ്റ്ലി ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റുകളുടെ ആവശ്യമുണ്ട്. ഈ റൂട്ടിംഗ് ആയാലും ഷെഡ്യൂളിംഗ് ആയാലും ലോഡിംഗ് ആയാലും ഡിസ്പാച്ചിങ് ആയാലും ഇതൊക്കെ എക്സ്പേർട്സ് ആണ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റുകളെ നമ്മൾ അഫോർഡ് ചെയ്യണം. ചെറിയ ചെറിയ ഫേംസിന് അത്തരം സ്പെഷ്യലിസ്റ്റുകളെ അഫോർഡ് ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. അപ്പൊ അതൊരു പ്രശ്നമാണ്. ഇനി എക്സ്റ്റേണൽ ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ മാനേജറിന്റെ കൺട്രോളിന് വെളിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. ഒരു ഗവൺമെന്റ് കൺട്രോളിൽ വ്യത്യാസം വരാം, നാച്ചുറൽ കലാമിറ്റീസിൽ വരാം, ടെക്നോളജിയിൽ ഡിഫറൻസ് വരാം, ഫാഷനിൽ ചേഞ്ചസ് വരാം, അതുപോലെ തന്നെ ഒരു വാറോ അങ്ങനെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ അൺസ്റ്റെബിലിറ്റി വരാം. അപ്പൊ ഇതൊക്കെ എക്സ്റ്റേണൽ ലിമിറ്റേഷനുകളാണ്. ഇതൊക്കെ നമ്മുടെ ഓപ്പറേഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിന് എപ്പോഴും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട്. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് ഓപ്പറേഷൻ കൺട്രോളിന്റെ ടെക്നിക്സ് ആണ്. നമ്മൾ എന്താ നമ്മൾ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ആക്ച്വലി വേറെ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കും. യു ജസ്റ്റ് കമ്പയർ ആൻഡ് ഫൈൻഡ് ഔട്ട് റീസൺസ് ഫോർ ഡീവിയേഷൻ ഇഫ് എനി. അതാണ് നമ്മൾ ആക്ച്വലി കൺട്രോൾ ചെയ്യുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് കൺട്രോളിങ് നടത്താം? ഫസ്റ്റ് വൺ പ്രോഗ്രാമിംഗ് ആണ്. വളരെ ഇഫക്റ്റീവ് ആൻഡ് പ്രോപ്പർ യൂസ് ഓഫ് ലേബർ, എക്യുപ്മെന്റ് ആൻഡ് ക്യാപിറ്റൽ എൻഷുർ ചെയ്യുന്ന ഒരു കൺട്രോളിംഗ് ടെക്നിക്കാണ് പ്രോഗ്രാമിംഗ്. പ്രൊഡക്ഷൻ പ്രോഗ്രാമിംഗ് എന്നാണ് നമ്മൾ ഇതിനെ മുഴുവനായിട്ട് പറയുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന്റെ നേച്ചർ, എന്ത് പ്രോഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്ര ക്വാണ്ടിറ്റി ആണ്, ടൈം, വാട്ട് ഈസ് ദ ടൈം ടു പ്രൊഡ്യൂസ്, ഇതിനെയൊക്കെ അനുസരിച്ചിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ ഇഫക്റ്റീവ് ടാർഗറ്റുകൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മളുടെ ടു റെഗുലേറ്റ് ദ സപ്ലൈ ഫിനിഷ്ഡ് ഗുഡ്സ് അറ്റ് പ്രിസ്ക്രൈബ്ഡ് ഡേറ്റ് അക്കോർഡിംഗ് ടു ദ പ്രൊഡക്ഷൻ പ്ലാൻ. അതിന് വേണ്ടി കാര്യങ്ങൾ റെഡിയാക്കി വെക്കുന്നതിനാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്രോഗ്രാമിംഗ് എന്ന് പറയാം. ഫിനിഷ്ഡ് പ്രോഡക്ട്സ് പ്രിസ്ക്രൈബ്ഡ് ഡേറ്റിൽ സപ്ലൈ ചെയ്യാൻ ആവശ്യമാകുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുക. അങ്ങനെ പ്രൊഡക്ഷൻ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ നേച്ചർ, ക്വാണ്ടിറ്റി, ടൈം ടു പ്രൊഡ്യൂസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യും. പിന്നെ പറയുന്നത് ഓർഡറിംഗ് ആണ്. അതായത് നമ്മളുടെ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് മാർക്കറ്റിലുള്ള ഡിമാൻഡ് എത്രയാണ്, ആ ഡിമാൻഡിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അപ്പൊ അത് ക്വാണ്ടിറ്റി എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത്, നമുക്ക് എത്ര പെർസെൻറ്റേജ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എത്ര ഡിമാൻഡിന്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഓർഡേഴ്സ് കിട്ടണം. കസ്റ്റമർ ഇത്ര ക്വാണ്ടിറ്റി, ദിസ് ഇസ് ദ ഡിസൈഡ് ക്വാണ്ടിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് എന്നുള്ള ഒരു ഐഡിയ കിട്ടണം. അതിനാ ഓർഡറിങ് എന്ന് പറയാം. പിന്നെ ഡിസ്പാച്ചിങ് ആണ്. ഓർഡറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്സിനെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് കൊണ്ടുവന്ന ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞ് നമ്മൾ യു ആർ ഗെറ്റിംഗ് ദ എന്താ പറയുക, നമുക്ക് ഓരോ പാർട്ടും ഓരോ അസംബ്ലിയും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരോ ജോബിലേക്കായിട്ട് വീതിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്ന സമയത്ത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു വെരിഫൈ ദ ഇൻസ്റ്റന്റ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഇൻസ്റ്റന്റ്ലി അവൈലബിൾ ആണോ എന്നറിയാൻ. ഓൾ പ്രൊഡക്ഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ എയ്ഡ്സ് ആർ അവൈലബിൾ. എല്ലാ കാര്യങ്ങളും ഇൻസ്പെക്ഷനും പ്രൊഡക്ഷനും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാണ് എന്ന് ഉറപ്പുവരുത്താൻ. ടു ഒബ്റ്റെയിൻ അപ്രോപ്രിയേറ്റ് ഡ്രോയിങ്, സ്പെസിഫിക്കേഷൻ ഓർ മെറ്റീരിയൽ ലിസ്റ്റ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളും അതുപോലെ തന്നെ മെറ്റീരിയൽ ലിസ്റ്റും ഒബ്റ്റെയിൻ ചെയ്യാൻ.
ടു അസംബിൾ ജോബ് ഓപ്പറേഷൻ ലേഔട്ട് എക്സെട്ര വിത്ത് ഡിസൈൻ ചെയ്തത് വെച്ചിട്ട് ആക്ച്വൽ ആയിട്ടുള്ള ജോബുകളും ലേഔട്ടുകളും ഒക്കെ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു പ്രോസസ് ഇൻഫർമേഷൻ ഓർ ഇൻസ്പെക്ഷൻ ഷെഡ്യൂൾ, ലഭ്യമായ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു അസൈൻ ദ വർക്ക് ടു ഡിഫിനിറ്റ് മെഷീൻ, വർക്ക് പ്ലേസ് ആൻഡ് മെൻ, ഡിഫിനിറ്റ് ആയിട്ടുള്ള മെഷീനും വർക്ക് പ്ലേസിനും മെന്നിനും വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ടു ഇഷ്യൂ നെസസറി മെറ്റീരിയൽ ടൂൾ എക്സെട്ര ടു കറക്റ്റ് പോയിന്റ്സ്, കറക്റ്റ് പോയിന്റ്സ് ഫോർ യൂസിലേക്ക് എവിടെയാണോ ഉപയോഗിക്കേണ്ടത് ആ ഉപയോഗിക്കേണ്ട സ്ഥലത്തേക്ക് മെറ്റീരിയൽസും ടൂൾസും ഇഷ്യൂ ചെയ്ത് കൊടുക്കാൻ. ടു ഇഷ്യൂ പ്രൊഡക്ഷൻ ഓർഡേഴ്സ്, പ്രൊഡക്ഷൻ ഓർഡേഴ്സ് അതിന്റെ സ്റ്റാർട്ടിംഗ് ടൈമും ഫിനിഷിംഗ് ടൈമും സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ഇൻഫോം ദ പ്രോഗ്രസ് ഓഫ് വർക്ക് ഇൻ വർക്ക് സെക്ഷൻ, വർക്ക് സെക്ഷനിൽ പ്രോഗ്രസ് ഓഫ് വർക്ക് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ഗിവ് ഇൻസ്ട്രക്ഷൻ ടു സ്റ്റാർട്ട് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ. ടു റിട്ട് മെറ്റീരിയൽ ആൻഡ് അതർ റേറ്റ്സ് ടു കറക്റ്റ് പ്ലേസ്, പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളൊക്കെ തിരിച്ച് അതാത് സ്ഥാനങ്ങളിൽ കൊണ്ടുവയ്ക്കാൻ. ഇതിനെല്ലാം റിലേറ്റഡ്, പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റെക്കോർഡ്സും പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇത്രയും കാര്യങ്ങളുടെ വെരിഫിക്കേഷൻ ഡെസ്പാച്ചിങ്ങിൽ വരുന്നുണ്ട്. ഇനി വരുന്നത് ഫോളോ അപ്പ് ആണ്. അത് കൺട്രോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളിന്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഈ പറയുന്ന ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിങ്ങനെ ചേഞ്ചസിനനുസരിച്ച് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് ഇൻവെന്ററി കൺട്രോള്. സ്റ്റോക്ക് എന്താ പറയുക, നമുക്ക് ഓർഗനൈസേഷന് അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ വിത്തിൻ ലിമിറ്റ്സ് ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ഇൻവെന്ററി കൺട്രോള്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയും ABC അനാലിസിസും വാല്യൂ അനാലിസിസ്, അങ്ങനെ ഒത്തിരി സിസ്റ്റമാറ്റിക് മെത്തേഡുകൾ ഉണ്ട് ഇൻവെന്ററി കൺട്രോൾ ചെയ്യാനായിട്ട്. ഇതാണ് പൊതുവെ ഓപ്പറേഷൻസ് കൺട്രോളിന്റെ വിവിധ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്.